പ്രാദേശിക ചരിത്രം അടയാളപ്പെടുത്താനായി ചരിത്ര പഠന കോൺഗ്രസ് സംഘടിപ്പിക്കുകയാണ് പിലാത്തറ കുളപ്പുറത്തെ EMS ഭവൻ വായനശാല ആൻഡ് ഗ്രന്ഥാലയം. കേരള ചരിത്ര ഗവേഷണ കൗൺസിലുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ മുന്നോടിയായി ചരിത്ര പഠനം നടത്തുകയാണ് വായനശാല പ്രവർത്തകർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കും ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കുളപ്പുറം. ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുത്തിരുന്ന ആറോൺ നെയ്ത്ത് കമ്പനി ഉണ്ടായിരുന്ന പ്രദേശം. കുളപ്പുറത്തിന്റെ പ്രാദേശിക ചരിത്രം പഠിക്കാനും അതിനെ നാടിന്റെ പൊതുചരിത്രത്തിന്റെ ആകെ ഭാഗമായി അടയാളപ്പെടുത്താനുമുള്ള ശ്രമമാണ് കുളപ്പുറം EMS ഭവൻ വായനശാല ആൻഡ് ഗ്രന്ഥാലയം നടത്തുന്നത്. ഇതിനായി മെയ് 24-25 തീയതികളിൽ ചരിത്ര കോൺഗ്രസ് തന്നെ സംഘടിപ്പിച്ചിരിക്കുകയാണ് വായനശാല. കേരള ചരിത്ര ഗവേഷണ കൗൺസിലുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിനു മുന്നോടിയായാണ് വായനശാല പ്രവർത്തകർ ചരിത്ര പഠന നടത്തം സംഘടിപ്പിച്ചത്. ഓരോ പ്രദേശങ്ങളിലും അതിൻ്റെതായ ചരിത്രമുണ്ടെന്നോ ആ ചരിത്ര പഠനം നമുക്ക് പഴയ കാലത്തെക്കുറിച്ചും പഴയ സംസ്കാരത്തെക്കുറിച്ചും പുതിയ അനുഭവങ്ങൾ ലഭിക്കുന്ന പരിപാടിയായി മാറും എന്ന കാഴ്ചപ്പാടോടു കൂടിയാണ് ഈ ചരിത്ര പഠന കോൺഗ്രസ് നടപ്പാക്കുന്നത്. അതിന്റെ ഭാഗമായി കുളപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് ചെറുതാഴത്തിന് സമീപമുള്ള കടന്നപ്പള്ളി, കുഞ്ഞിമംഗലം, ഏഴോം, മാടായി പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിപുലമായ ചരിത്ര പഠനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടയാളപ്പെടുത്തപ്പെടാതെ കാലത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ മാഞ്ഞുപോകുന്ന ഇന്നലകളുടെ ശേഷിപ്പുകൾ നേരിൽ കാണാനും അറിയാനുമാണ് ചരിത്ര പഠന നടത്തം സംഘടിപ്പിച്ചത്. ആദ്യ ദിവസം വലിയവനം എന്ന ഒരു കാലത്ത് വിളിപ്പേരുണ്ടായിരുന്ന കുളപ്പുറം കിഴക്ക് ഭാഗത്തായിരുന്നു പഠന നടത്തം. പ്രാദേശിക ചരിത്രം മറനീക്കി പുറത്തു വരണമെന്നും ഓരോ ചരിത്രത്തിനും ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ ചരിത്രവും സംസ്കാരവും ഉണ്ട് എന്നും തെളിയിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. കുളപ്പുറത്ത് നടക്കുന്ന ചരിത്ര കോൺഗ്രസ്, പ്രാദേശിക ചരിത്ര കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇവിടെ നെരിമട, അതുപോലെ തന്നെ ഇല്ലംപറമ്പ്, പിന്നെ വിശാലമായ ആറോണ്ട് എസ്റ്റേറ്റും അതുപോലെ തന്നെ ബംഗ്ലാവും ഒക്കെ നിലയുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. അപ്പോൾ ഇന്നലെ എന്തായിരുന്നു, നാളെ എന്താകും എന്നതിനെക്കുറിച്ചൊന്നും ചിന്തയില്ലാത്ത, അതൊന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറയാണ് ഇപ്പോൾ നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇന്നലെകളുടെ ശോഭനമായ സുന്ദരമായ ഒരു ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ എവിടുന്ന് വന്നു എന്നുള്ളൊരു ബോധം, ഒരു ചരിത്രബോധം പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കാൻ തീർച്ചയായും സാധിക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.